വയലത്തൂരെ ഒരു വനിതാ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ കിച്ചണിന് നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു ചേച്ചിയെ കിട്ടിയിട്ടുണ്ട്. പരിചയപ്പെട്ടാലോ? ചേച്ചിയുടെ പേരെന്തായിരുന്നു? വനിത. വനിത അല്ലേ? എവിടെ സ്ഥലം വരുന്നത്? ഞാൻ ഇവിടെ തറയിലാണ് താമസിക്കുന്നത് അല്ലേ? ശരിക്കും സ്ഥലം എവിടെയാണ്? ശരിക്കും സ്ഥലം കണ്ണൂരാണ്. ഹസ്ബൻഡിന്റെ വീട് കോഴിക്കോട്. കോഴിക്കോട്. ഇവിടെ വന്നിട്ട് ഒരുപാടായോ? ഒരു 13 വർഷമായി. 13 വർഷം. എങ്ങനെയുണ്ട് നമ്മുടെ മലപ്പുറം? നല്ല, അതുകൊണ്ടാണല്ലോ ഇവിടുന്ന് പോവാത്തല്ലേ? അടിപൊളിയാണല്ലേ മലപ്പുറം? സൂപ്പറാണല്ലേ? നമുക്കൊരു പാട്ട് പാടിയല്ലോ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങാവിൽ. ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ, ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ. ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ, ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ. താളമാണവൾ, ജീവരാഗമാണവൾ, താലി ചാത്തും ഞാനവൾക്ക് നീലരാവിൽ, താലി ചാർത്തും ഞാൻ ഈ നീലരാവിൽ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചരിച്ച നീലരാവിൽ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചരിച്ച നീലരാവിൽ. പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അരീക്കാട് സ്കൂളിലെ PTA മെമ്പർമാരായിരുന്ന 5 സുഹൃത്തുക്കൾ തുടങ്ങിയ രുചിക്കൂട്ട് എന്ന ഹോട്ടലിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. രാവിലെ 10 മണിക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് രുചിക്കൂട്ടിൽ നമുക്ക് നല്ല കഞ്ഞിയും ചമ്മന്തിയും ഇവർ ഒരുക്കിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് 12 മണിയാകുമ്പോഴത്തിന് നല്ല അടിപൊളി ഊണും കൂട്ടുകറികളും. ഊണിന് ആകെ 50 രൂപയേ ഉള്ളൂ കേട്ടോ. അതിന്റെ കൂടെ ഒരുപാട് കൂട്ടുകറികളും. ഇനിയിപ്പോ മീന് വേണ്ടവർക്ക് മീന്, ബീഫ് വേണ്ടവർക്ക് ബീഫ്, ചിക്കൻ വേണ്ടവർക്ക് ചിക്കന്, അങ്ങനെ വെറൈറ്റി ഐറ്റംസും ഈ ഹോട്ടലിൽ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ വയലത്തൂർ ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ പറയാം. അത്രക്ക് ഗംഭീരമാണ് ഇവരുടെ ഊണും കൂട്ടുകറികളും. രുചിക്കൂട്ടിന്റെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ വയലത്തൂർ ടൗണിൽ നിന്നും കരിങ്കപ്പാറ റോഡിൽ പഞ്ചായത്തിന്റെ നേരെ മുൻവശത്തു കൂടി ഒരു ചെറിയ റോഡ് പോകുന്നുണ്ട്. ഈ റോഡ് വഴി 100 മീറ്റർ കടന്നാലാണ് രുചിക്കൂട്ട് ഹോട്ടലിൽ എത്തുക. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.